ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, റെയിൽവേ ഇനി എല്ലാ വർഷവും ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025 എക്സാം കലണ്ടർ റെയിൽവേ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അതനുസരിച്ച് ALP നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആദ്യം വരേണ്ടിയിരുന്നത്. അത് ഓൾറെഡി വന്നു. ALPയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ച് സൈറ്റ് ഒക്കെ ഹാങ് ആയി ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് RRB ടെക്നീഷ്യന്റെ ഗ്രേഡ് 1 ഗ്രേഡ് 3 അങ്ങനെ 2 പോസ്റ്റുകളാണ് ഇനി നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട്, ഈ ടെക്നീഷ്യൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ടെക്നീഷ്യന്റെ സിലബസ് എങ്ങനെയാണ്, അതേപോലെ ടെക്നീഷ്യന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെ കുറെ ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതേപോലെ സിലബസ് എങ്ങനെയാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ബിടെക്കുകാർക്ക് അവസരങ്ങളുണ്ട്, അതേപോലെ +2 കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്, അതേപോലെ 10th പ്ലസ് ITI കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവസരങ്ങളുള്ള ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ അധികം ആർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുക. അതിന് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ടെക്നീഷ്യനിൽ 2 പോസ്റ്റുകളാണ് വരുന്നത്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3. അപ്പോൾ ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത്. അതിൽ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റ് ആണ്. അതിന് ഇനിഷ്യൽ പേ വരുന്നത് 29,200 രൂപയാണ്. അത് ബേസിക് പേ ആണ്. ബാക്കി അലവൻസുകളൊക്കെ കൂടി നല്ലൊരു സാലറി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നീട് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഗ്രേഡ് 1 സിഗ്നൽസിന്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന് വരുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് നമ്മുടെ മുന്നിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ലെവൽ 2 പോസ്റ്റ് ആണ്. അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 ആണ്. അതിനും അലവൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഒരുപാട് ട്രേഡുകൾക്ക് ഡിഫറെന്റ് പോസ്റ്റുകളാണ്. അപ്പോൾ അതനുസരിച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലും ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് വരെ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 2024 ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ജനറൽ കാറ്റഗറിക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് കോവിഡിന്റെ ബേസിസിൽ കിട്ടിയതാണ്. അത് ഇത്തവണ കാണില്ല. പക്ഷെ റിസർവേഷൻ ഉള്ളവർക്ക് OBC SC ST പോലെ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഏജ് റിലാക്സേഷൻ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നതായിരിക്കും. പക്ഷെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ BSc in combination of any substream of basic streams of physics, electronics, computer science, information technology, instrumentation from recognized university or institute. അതായത് ഫിസിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ, അതേപോലെ ഇതിന്റെ കോമ്പിനേഷൻ സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് BSc ഫിസിക്സ്, BSc ഇലക്ട്രോണിക്സുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. BSc കഴിഞ്ഞ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രീംസിൽ, നമ്മൾ ഈ പറഞ്ഞ സ്ട്രീംസിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഈ സ്ട്രീംസിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അതായത് ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ITയിലോ ഒക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, ITയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. ഡിഗ്രി ഉള്ളവർക്ക് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, IT, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഡിഗ്രി ഉള്ളവർക്കും അല്ലെങ്കിൽ ഈ സബ്ജക്ട്സിന്റെ കോമ്പിനേഷനിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ സബ്ജക്ട്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 4 വർഷത്തെ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ സ്ട്രീംസ് ആണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീം എങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഗ്രേഡ് 1 സിഗ്നൽസിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പം നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്. അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇതിൽ എത്ര CBT എക്സാംസ് ഉണ്ടെന്നുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് ഫാക്ടറാണ് ഇതിന് CBT1 ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു എക്സാം ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെയാണ്. ആകെ ഒറ്റ എക്സാമിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നീടാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിനായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ എക്സാമിലൂടെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ എക്സാം പാറ്റേണിൽ വരുന്ന സബ്ജക്ട്സും അതിന്റെ മാർക്കിന്റെ വെയിറ്റേജും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതില് ഫസ്റ്റ് ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്രയും സബ്ജക്ട്സുകളാണ് വരുന്നത്. നമുക്കറിയാം ജനറൽ അവയർനെസ്സിലൂടെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിനാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കിന്. അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ അതിന് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് 20 മാർക്കാണ്. മാത്സിന് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. പിന്നീട് വരുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ടോട്ടൽ മാർക്ക് 35 തന്നെയാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് മറ്റ് എക്സാമുകളുടെ സിലബസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ്. ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, മാത്സ് ഒക്കെ. ഇപ്പോൾ NTPC എക്സാമിനകത്ത് കമ്പ്യൂട്ടറും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ മറ്റ് എക്സാമുകളിൽ നിന്ന് എക്സ്ട്രാ നമുക്ക് ഈ ഒരു ഗ്രേഡ് 1 ടെക്നീഷ്യൻ സിഗ്നൽസിൽ വന്നിരിക്കുന്നത്. അതിന് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 35 മാർക്ക് ഉണ്ട്. അപ്പം വെയിറ്റേജ് കൂടിയ ടോപ്പിക്കും അത് തന്നെയാണ്. ആ ഒരു ഒറ്റ ടോപ്പിക്ക് വ്യക്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് അല്ല. അതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഫിസിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ IT, കമ്പ്യൂട്ടർ സയൻസ് എന്നീ സ്ട്രീംസിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെയാണ് ഈ ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ട്രീംസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഇത്. അല്ലാതെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ എക്സാം അല്ല ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം മറ്റ് എക്സാമിൽ നിന്ന് ആകെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടോപ്പിക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മാത്രമാണ്. ബാക്കി സബ്ജക്ട്സുകളൊക്കെ നമ്മൾ മറ്റ് എക്സാമുകൾക്കും പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പൊ ALPയുടെ സിലബസിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ജനറൽ അവയർനെസ്സും ജനറൽ ഇന്റലിജൻസും അതേപോലെ മാത്സും ഒക്കെ കാണാം. അപ്പോൾ ALPക്ക് പഠിക്കുന്നവരുണ്ടാവും, അതേപോലെ NTPCക്ക് പഠിക്കുന്നവരുണ്ടാവും, ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്നവരുണ്ടാവും, JEക്ക് പഠിക്കുന്നവരുണ്ടാവും. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടോപ്പിക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നൊരു പോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ITIക്കാർക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പോസ്റ്റുകൾ 10th+ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഈ പോസ്റ്റിൽ ഒരുപാട് ലെവൽ പോസ്റ്റുകളുണ്ട്. അപ്പം ITIയിലെ ഒട്ടുമിക്ക ട്രേഡുകൾക്കും ഈ എക്സാംസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓരോ പോസ്റ്റിനും എല്ലാ ട്രേഡുകൾക്കും ഉള്ള പോസ്റ്റുകൾ ഈ ഒരു എക്സാമിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിലുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാം, പൈപ്പ് ഫിറ്റർ, ബുക്ക് ബൈൻഡർ, ഫിറ്റർ സ്ട്രക്ചറൽ, വെൽഡർ, കാർപ്പൻറ്റർ അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക പോസ്റ്റുകളും ഒട്ടുമിക്ക ITI കഴിഞ്ഞ ട്രേഡുകൾക്കുള്ള പോസ്റ്റുകളും ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ CBT എക്സാം മാത്രമാണുള്ളത്. പിന്നീട് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ തന്നെയാണ്. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും മറ്റൊരു പോസ്റ്റിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിന്റെ കാരണം ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അത് +2 ഫിസിക്സും മാത്സും പഠിച്ച കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒട്ടുമിക്ക പോസ്റ്റുകളും 10th+ ITI കഴിഞ്ഞവർക്കുള്ള പോസ്റ്റുകളാണ്. അതിൽ ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിന്റെ പ്രത്യേകത +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. +2 ഫിസിക്സും മാത്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ഗ്രേഡ് 3 നോട്ടിഫിക്കേഷനിൽ S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് നോക്കിയാൽ അറിയാം. SSLC + ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ട്രേഡ്സ്, ഈ ട്രേഡ്സിലുള്ള കോഴ്സ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എല്ലാവരും നോട്ട് ചെയ്യും. +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, +2 മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ച സ്റ്റുഡൻസിന് നല്ലൊരു അവസരമാണ്. ഈ പോസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്നാണ് ആ പോസ്റ്റിന്റെ പേര് വരുന്നത്. അപ്പോൾ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ +2 ഫിസിക്സും മാത്സും പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഇതിന്റെ സിലബസ് വരുന്നത് ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇവിടെയും ജനറൽ അവയർനെസ്സിന് 10 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്ക്, മാത്സിന് 25 മാർക്ക്, ജനറൽ സയൻസിന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ജനറൽ സയൻസിനാണ്. നമുക്കറിയാം നമ്മൾ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എല്ലാ ടോപ്പിക്കുകളും മറ്റ് എക്സാമുകൾക്കും പഠിക്കുന്നതാണ്. ഇപ്പൊ SSC നോക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ RRBയുടെ മറ്റ് എക്സാംസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ JEE, ALP, അതേപോലെ NTPC, ഗ്രൂപ്പ് D, അങ്ങനെ തുടങ്ങിയ എല്ലാ എക്സാമുകളും നോക്കുന്നവർക്ക് ഈ ടോപ്പിക്കുകളൊക്കെ പരിചിതമായിരിക്കും. ഇതിൽ എക്സ്ട്രാ വേറെ ഒരു പുതിയ ടോപ്പിക്കും ഇല്ല. ഈ വെയിറ്റേജിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇവിടെ ബേസിക് സയൻസിന് 40 മാർക്കുണ്ട്. അപ്പം ബേസിക് സയൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളിവിടെ പഠിക്കണം. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ ഗ്രേഡ് 3 ടെക്നീഷ്യനിൽ വരുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ സിലബസിൽ വേറെ ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. അപ്പം ഗ്രേഡ് 1 വന്നപ്പോൾ എക്സ്ട്രാ വന്ന ടോപ്പിക്കാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്കിനുണ്ടായിരുന്നു. ഇവിടെ ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ടോപ്പിക്സുകളൊന്നുമില്ല. നേരത്തെ നമ്മൾ നോർമൽ എല്ലാ എക്സാംസിനും നോക്കുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ മാർക്ക് വെയിറ്റേജിൽ മാത്രം കുറച്ച് വേരിയേഷൻസ് ഉണ്ട് എന്നതേ ഉള്ളൂ. അപ്പം എല്ലാ ടോപ്പിക്കിന്റെയും എല്ലാ സിലബസുകളും സെയിം ആണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ നല്ലൊരു അവസരമാണ്. ഇപ്പൊ ITI കഴിഞ്ഞവർക്ക് ഇത്രയധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇത്രയധികം വേക്കൻസികൾ അല്ലെങ്കിൽ ഇത്രയധികം അവസരങ്ങൾ റെയിൽവേ പോലെ മറ്റൊരു സ്ഥാപനങ്ങളും ഈ ITI കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ 10th+ ITI കഴിഞ്ഞവര് നിങ്ങളുടെ ട്രേഡുകൾ നോക്കി നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. അതേപോലെ +2 മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റ് ഇതിലുണ്ട്. അതേപോലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഫിസിക്സ്, ഈ കഴിഞ്ഞതിൽ ഈ പറഞ്ഞ ട്രേഡുകളിലൊക്കെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ സബ്ജക്റ്റുകളിലൊക്കെ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവരും അതിനുവേണ്ടി പഠിച്ചു തുടങ്ങും. നമുക്കറിയാം ഉടൻ തന്നെ ALP ടെക്നീഷ്യന്റെ ഗ്രേഡ് 1ന്റെയും ഗ്രേഡ് 3യുടെയും നോട്ടിഫിക്കേഷൻസ് ഔട്ട് ആവും. കാരണം ALP നോട്ടിഫിക്കേഷൻ വന്ന് കറക്റ്റ് ടൈമിൽ തന്നെ വന്നു. അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്നത് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഉടൻ തന്നെ അത് ഉണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ളത് ഒരുപാട് പേര് നമ്മൾക്ക് മുന്നിൽ മത്സരിക്കുന്നുണ്ട്. അപ്പം അവരെക്കാളൊക്കെ മുന്നിലെത്തണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. 2024 ALP ടെക്നീഷ്യൻ എഴുതിയിട്ട് കിട്ടാതെ പോയ സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവർക്കൊക്കെ വീണ്ടും ഒരു അവസരം കൂടിയാണ് മുന്നിലേക്കുള്ളത്. അപ്പോൾ എല്ലാവരും ALP ടെക്നീഷ്യനായിട്ട് പഠിച്ചു തുടങ്ങുക. അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALP ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3ക്കായിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 3 നിങ്ങൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടും ചിലർക്ക് 2 എക്സാംസും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.